സുഹൃത്തുക്കളെ, എന്നും ലഭിക്കുന്ന പോലെ തന്നെ നമുക്ക് ഇന്നും ഒരു കൊറിയർ ലഭിച്ചിട്ടുണ്ട്. ഇത് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് വന്നത്. ഇത് എന്താണെന്ന് ഇതുവരെ അറിയില്ല. കാരണം നമ്മൾ ഒരുപാട് പ്രൊഡക്ട്സ് ഇങ്ങനെ ഓർഡർ ചെയ്തെടുക്കുന്നതുകൊണ്ട് ഏത് പ്രൊഡക്റ്റ് ആണെന്ന് പിടിയില്ല. എന്നാലും നമ്മളിത് ഓപ്പൺ ചെയ്യാൻ പോവുകയാണ്. നമ്മൾ പ്രതീക്ഷിക്കുന്നതാണോ എന്ന് നോക്കട്ടെ. നമ്മളൊരു പ്രൊഡക്റ്റ് പ്രതീക്ഷിച്ചിരുന്നു. കാരണം ഇതിൻ്റെ മണ്ടയ്ക്ക് നമ്മൾ പിടിക്കുമ്പോൾ തന്നെ ഒരു പ്രൊഡക്റ്റിൻ്റെ ഒരു നിഴൽപ്പാട് നമുക്കറിയാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് ചെറിയൊരു പ്രൊഡക്റ്റ്. അപ്പോൾ അതാണോ എന്ന് നമുക്ക് നോക്കേണ്ടിയിരിക്കുന്നു. ഏതായാലും നമുക്ക് പ്രൊഡക്റ്റ് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇത് സിമ്പിൾ പ്രൊഡക്റ്റ് ആയതുകൊണ്ട് ഞാൻ കത്തിയോ സാധനങ്ങളോ ഒന്നും എടുക്കുന്നില്ല. ജസ്റ്റ് നമുക്ക് ഇതിൽ തന്നെ സിപ്പ് ചെയ്ത് കീറാനുള്ളൊരു സെറ്റപ്പുണ്ട്. അപ്പോൾ നമ്മൾ ഇങ്ങനെ തന്നെ കീറിയെടുത്തിട്ട് ഇത് ഫോൺ കവറാണ്. ഇത് നമ്മളതിൽ ഒരു ഫോണ് ഈ അടുത്ത് നമ്മൾ പർച്ചേസ് ചെയ്തായിരുന്നു. അപ്പോൾ ഫോണിൻ്റെ കവറാണ് A557, ഓപ്പോ A57 അതിൻ്റെ കവറാണ് ഗൈസ്. ഇതിൽ MRP കൊടുത്തിരിക്കുന്നത് 999 പക്ഷേ നമുക്കിത് ഒരു 284 രൂപയ്ക്കാണ് കിട്ടിയത്. വെറും 284 റുപ്പീസ്. നല്ല റബ്ബർ കവറാണെന്ന് തോന്നുന്നു. ഏതായാലും നമുക്ക് ഇത് കാർട്ടീവ് എന്ന് പറയുന്നൊരു സാധനമാണ്. ലിക്വിഡ് സിലിക്കോൺ കവറാണ്. മോഡൽ ഐഡിയും ഇത് മാർച്ച് 2024 ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. പിന്നെ സുഗോ ഇലക്ട്രോണിക്, ന്യൂ ഏഷ്യ ബിൽഡിംഗ്, ഗുവൻസോ, ചൈന. അതായത് ചൈനീസ് കമ്പനിയാണ്, പക്ഷേ പ്രൊഡക്റ്റ് ഏതായാലും ഇന്ത്യയിൽ തന്നെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ചൈനയിൽ നിന്നുള്ള ഇറക്കുമതി ആകുന്നതുകൊണ്ട് എനിക്ക് അറിഞ്ഞുകൂടാ. ഏതായാലും ഇതിനെക്കുറിച്ച് വലിയ അറിവുകളൊന്നും നമുക്ക് നിലവിലില്ലാത്തതുകൊണ്ട് നമുക്ക് ഏതായാലും ഇത് ഓപ്പൺ ചെയ്യും. നമുക്ക് ഓപ്പൺ ചെയ്ത് കൊള്ളാം. കവർ പക്ക നീറ്റാണ് ഗൈസ്. കവറിനകത്തും ഒരു കവറിൻ്റെ ഒരു ഷീൽഡുണ്ട്. ഏതായാലും ഒരു പാക്കിംഗ് ഒക്കെ അടിപൊളിയാണ്. ഒരു പാക്ക് ചെയ്ത് വിടുന്നത്. ഇതിനകത്ത് ഡമ്മി ആയിട്ടൊരു സ്പോഞ്ച് കൊടുത്തിട്ടുണ്ട്. കൊള്ളാം ഗൈസ്. പോർട്ടൊക്കെ അതേപോലെ തന്നെ ഫിംഗർ ആക്സസിബിൾ സൈഡ്. നൈസ് കവറാണ് ഗൈസ്. കാരണം സിലിക്കോൺ മെറ്റീരിയൽ ആയതുകൊണ്ട് നല്ല ഫോൾഡബിൾ ആണ്. നമുക്കാണെങ്കിൽ ഒന്ന് ഹാൻഡ് ഗ്രിപ്പ് കിട്ടുന്നുണ്ട് ഗൈസ്. പിന്നെ നമുക്ക് ചാർജർ കണക്ട് ചെയ്യാനുള്ളത്, ഹെഡ്സെറ്റ് കണക്ട് ചെയ്യാനുള്ളത്, മൈക്കിൻ്റെ പോയിൻ്റ്, സ്പീക്കറിൻ്റെ പോയിൻ്റ് എല്ലാം ഓക്കെയാണ്. പിന്നെ നമുക്ക് വള്ളി ഇടാനുള്ള സെക്ഷൻ. ഇവിടെ നമുക്ക് എന്തെങ്കിലും കീ ചെയിനുകൾ ടാഗ് ചെയ്യാവുന്നതാണ്. അതിനനുസരിച്ചുള്ള ടാഗും ഒക്കെ ആയിട്ട്. ഏതായാലും മൊത്തത്തിൽ ഇതാണ്ട് ഇവിടെ തന്നെ ഒരു സെൻസറിൻ്റെ കട്ടിങ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ സെൻസറും ക്യാമറയും കൂടി ഒരുമിച്ച് വരുന്നതാണ് ആ ഫോണിൻ്റെ. അപ്പോൾ അതിനുള്ള കട്ടിങ്ങും കൊടുത്തിട്ടുണ്ട്. ഏതായാലും നല്ല അടിപൊളി ഒരു കവറാണ് ഗൈസ്. ഏതായാലും ഞാൻ നിങ്ങൾക്ക് ഫ്ലിപ്കാർട്ട് ഒന്നുകൂടെ ഊന്നി സജസ്റ്റ് ചെയ്യും. ഫ്ലിപ്കാർട്ട് നല്ലൊരു ചോയ്സാണ് നിങ്ങൾക്ക് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാൻ. ഏതായാലും എൻ്റെ ഈ സാധനങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം എന്ന് പറയുന്നില്ല. എങ്കിലും എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ സുഹൃത്തുക്കളെ, ഇതുവരെ പറഞ്ഞതിൽ വെച്ച് നിങ്ങൾക്ക് ഏതെങ്കിലും പ്രൊഡക്റ്റ് നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ കമൻറ്റ് ബോക്സിൽ അതിൻ്റെ ഐറ്റത്തിൻ്റെ കോഡോ അല്ലെങ്കിൽ ഐറ്റത്തിൻ്റെ പേരോ ഒക്കെ ഇടുക. ഞാനത് അൺബോക്സ് ചെയ്യുന്ന വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഐറ്റത്തിൻ്റെ പേര് നിങ്ങൾ ആവശ്യപ്പെടുന്നതിനനുസരിച്ച് നമ്മൾക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. പിന്നെ നമ്മുടെ യൂത്ത് പിള്ളേർ സജസ്റ്റ് ചെയ്യുന്ന പോലെ സജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ആ പ്രൊഡക്റ്റ് കെണിയിലായിപ്പോൾ. അതുകൊണ്ട് അതുപോലുള്ള പ്രൊഡക്റ്റ് അല്ലാതെ നല്ല നമ്മുടെ യൂഷ്വലായിട്ടുള്ള പ്രൊഡക്ട്സ് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത് ചെയ്യാൻ കഴിയും. അതേപോലെ കഴിഞ്ഞിടയ്ക്ക് എൻ്റെ ഒരു സബ്സ്ക്രൈബറാണെങ്കിൽ എന്നോട് ഒരു പ്രൊഡക്റ്റ് ഓർഡർ ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ പ്രൊഡക്റ്റ് ഓർഡർ ചെയ്ത പ്രൊഡക്റ്റ് വന്നു കഴിഞ്ഞപ്പോഴാണ് ഞാൻ അറിയുന്നത് ഗൈസ്. അത് ഒരു നിസ്സാര സംഭവമല്ലായിരുന്നു ഗൈസ്. അതേതായാലും അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസും വിശകലനവും ഞാൻ അടുത്ത എപ്പിസോഡിൽ പറയുന്നതായിരിക്കും. ഓക്കെ, നിങ്ങൾ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അത്യാവശ്യം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കമൻറ്റും ചെയ്യുക. ഓക്കെ, സീ യു ഗൈസ്, ബൈ.